ഇന്നത്തെ റെസിപ്പി മാഗി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് മാഗി ബോൾസ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് മാഗി ബോൾസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മാഗി ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കുന്ന പോലല്ല ഇത് ചെയ്യേണ്ടത്. സാധാരണ ഉണ്ടാക്കുമ്പം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ടേസ്റ്റ് മേക്കർ ഇട്ടിട്ട് പിന്നാണ് ഈ നൂഡിൽസ് ഇടൽ. ഇതിൽ നൂഡിൽസ് മാത്രം കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. ടേസ്റ്റ് മേക്കർ ഇപ്പോൾ ചേർക്കണ്ട. അപ്പോൾ നൂഡിൽസ് വേവിക്കാനായിട്ട് ഒരു 4 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ സ്ട്രെയിനർ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാഗി ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇത് ചൂടാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ 3 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൽ ക്യാരറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ചേർക്കാം. പിന്നെ ചിക്കനിലും ഇത് ചെയ്യാം. നമ്മൾ സമൂസക്കൊക്കെ ചെയ്യുന്ന പോലെ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പിച്ചിയെടുത്ത് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മാഗിൻ്റെ കൂടെ കിട്ടുന്ന ഈ ടേസ്റ്റ് മേക്കറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടെ ചേർത്തിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നെല്ലിക്കൻ്റെ അത്ര വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഞാൻ ഈ മാവ് വെച്ചിട്ട് മുഴുവൻ
മുഴുവൻ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാക്കി എടുക്കുക. ഇതിന് പകരമായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്താലും മതി. ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഈ ബോൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നൂഡിൽസ് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ജാറിലേക്ക് പകുതി നൂഡിൽസ് പൊട്ടിച്ചിടുക. ഇനി ഇത് പൊടിച്ചെടുക്കണം. അധികം നേരം ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ബ്രെഡ് പൊടിക്ക് പകരം റസ്ക് പൊടിച്ചതായാലും മതി. ഇത് രണ്ടും കൂടെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോളും ആദ്യം മൈദൻ്റെ മിക്സിലാക്കുക. എന്നിട്ട് ഈ മാഗിൻ്റെ മിക്സിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം. മൈദ ആക്കാനായിട്ട് യൂസ് ചെയ്ത കൈ ബ്രെഡിൻ്റെ മിക്സിലിടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് നല്ലോണം കോട്ട് ചെയ്തെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് രണ്ടിനും 2 കൈ യൂസ് ചെയ്യുക. ഇങ്ങനെ നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ടിങ് ചെയ്യാം. അതായത് ഇനി വീണ്ടും മൈദൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് പിന്നെയും ഈ ബ്രെഡിൻ്റെ ഇതിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ആക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിൻ്റെ കൂടെ കെച്ചപ്പോ അല്ലെങ്കിൽ മിൻറ്റ് ചട്നിയോ അങ്ങനെ എന്തും കോമ്പിനേഷനായിട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഇഫ്താറിന് ഇതുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. ഇമെയിൽ ID ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്